യുദ്ധം ഒരു സംവാദ മത്സരമാണ്. അതിനായി ക്രിസ് വേണുഗോപാലിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാം അല്ലെ. കൂടാലി ഹയർ സെക്കൻഡറി സ്കൂൾ, കണ്ണൂർ. സ്വാഗതം ചെയ്യാം ചിന്മയ വിദ്യാലയ, നരുവാമൂട്, തിരുവനന്തപുരം. പേര് പറയൂ, ഏത് ക്ലാസ്സിൽ പഠിക്കണു? എന്റെ പേര് ഗോപിക, ഞാൻ 8ാം തരം വിദ്യാർത്ഥിനിയാണ്. എന്റെ പേര് ശിവകാന്ത്, ഞാൻ 8ാം തരം വിദ്യാർത്ഥിയാണ്. അപ്പൊ ഇനി അടുത്ത ടീം ചിന്മയ വിദ്യാലയ, നരുവാമൂട്. പേര് പറയൂ, ഏത് ക്ലാസ്സിൽ പഠിക്കണു? എന്റെ പേര് ആദിത്യ, ഞാൻ ചിന്മയ വിദ്യാലയ നരുവാമൂടിൽ പഠിക്കുന്നു, 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് നീരജ് ആർ, ഞാൻ ചിന്മയ വിദ്യാലയ നരുവാമൂട് 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമുക്കെന്നാ സമയം കളയാതെ തുടങ്ങാം അല്ലേ? ആരംഭിക്കാം ഗരുഡവ്യൂഹം. അപ്പൊ എന്താണ് ക്രിസ് ഇന്ന് ഇവർക്ക് നൽകുന്ന വിഷയങ്ങൾ? ഇന്ന് 2 ഋഷിവര്യന്മാരുടെ ഒരു വിഷയം, അത് തന്നെയാണ് ആദ്യത്തെ ടോപ്പിക്കായിട്ട് എടുത്തിട്ടുള്ളത്. വിശ്വാമിത്രനും വശിഷ്ഠരും തമ്മിലുള്ള യുദ്ധത്തിന് ഹരിശ്ചന്ദ്രനെ കരുവാക്കിയത് ശരിയോ തെറ്റോ? ഇതാണ് ചോദ്യം. അപ്പൊ അതിന് ശരി വെച്ചുകൊണ്ട് കൂടാളി സ്കൂളായിരിക്കും, അത് തെറ്റാണെന്ന് പറയുന്നത് ചിന്മയ വിദ്യാലയം. അപ്പോൾ രണ്ടുപേരും തയ്യാറാണല്ലോ? ആരംഭിക്കാം. ഓക്കെ, നിങ്ങളുടെ സമയം ഇതാ തുടങ്ങുന്നു. വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിലുള്ള യുദ്ധത്തിൽ ഹരിശ്ചന്ദ്രനെ കരുവാക്കിയത് തികച്ചും ശരി തന്നെയാണ്. കാരണം ഈ ഒരു യുദ്ധം കാരണമാണ്, ഈ ഒരു മത്സരം, ഈ ഒരു പോരാട്ടം കാരണമാണ് ഹരിശ്ചന്ദ്രന്റെ സത്യം ഈ ലോകമെമ്പാടും അറിഞ്ഞത്. കാരണം നമ്മുടെ മഹാത്മാവ്, നമ്മുടെ ഗാന്ധിജി അദ്ദേഹത്തെ ഒരു സത്യത്തിന്റെ ഗുരുവായി പറയുന്നുണ്ട്. തന്റെ ഭാര്യയെയും മകനെയും എല്ലാവരെയും വിട്ടുകളഞ്ഞിട്ട് വേറെ എവിടെയോ ഒരു നാട്ടിൽ ചെന്ന് താമസിച്ച് അത്രയ്ക്കും പാപം ചെയ്ത വിശ്വാമിത്രനാണോ ഒരു സത്യവാദിയായ ഹരിശ്ചന്ദ്രന്റെ സത്യവാദത്തെ പരീക്ഷിക്കുന്നത്? അതിന് വിശ്വാമിത്രൻ എന്ത് അർഹതയാണുള്ളത്? വിശ്വാമിത്രനല്ല, ഹരിശ്ചന്ദ്രനാണ്. അതല്ല, താങ്കൾക്ക് അറിയാമല്ലോ ഇവിടെ ഹരിശ്ചന്ദ്രനാണ് ചെയ്യുന്നതെന്ന്. ഹരിശ്ചന്ദ്രൻ സത്യവാദിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പത്നിയെയും മകളെയും വിട്ട് എവിടെയോ ഒരു നാട്ടിൽ ചെന്ന് താമസിക്കുന്നതാണ് വിശ്വാമിത്രൻ ഇവിടെ ചെയ്യുന്നത്. ആ വിശ്വാമിത്രന് ഹരിശ്ചന്ദ്രനെ പരീക്ഷിക്കാനുള്ള എന്ത് അർഹതയാണുള്ളത്? അത് അദ്ദേഹം തൻ്റെ അതേ നിലയിലുള്ള ഒരു ഋഷി തന്നേക്കാൾ ഉയരത്തിൽ നിൽക്കുന്നു. അതിന് കാരണം ഹരിശ്ചന്ദ്രനാണ്. അതിന് കാരണം ഹരിശ്ചന്ദ്രനല്ല. ഹരിശ്ചന്ദ്രൻ തന്റെ കുലത്തിലെ കുലഗുരുവാണ് വസിഷ്ഠൻ. അതുകൊണ്ടാണ് വസിഷ്ഠന് കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത്. തന്റെ പിതാവിന് ശേഷം സ്ഥാനം അർഹിക്കുന്നത് കുലഗുരുവിന് തന്നെയാണ്. അതിൽ ഹരിശ്ചന്ദ്രന് ഒരു തെറ്റും അർഹിക്കുന്നില്ല. അവിടെ നല്ലൊരു യോദ്ധാവാണെങ്കിൽ അവിടെ വിശ്വാമിത്രൻ ചെയ്യേണ്ടത് വസിഷ്ഠനുമായി ഏറ്റുമുട്ടണമായിരുന്നു. അതാണ് ഒരു യോദ്ധാവിന്റെ ലക്ഷണം. അതിന് അദ്ദേഹം ഇവിടെ ഒരു പോരല്ല നടത്തുന്നത്, അദ്ദേഹം ഹരിശ്ചന്ദ്രനെയാണ് പരീക്ഷിക്കുന്നത്. പക്ഷേ ഈ പരീക്ഷണം ഹരിശ്ചന്ദ്രനെ എന്തിനാണ് പരീക്ഷിക്കുന്നത്? ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് വസിഷ്ഠനല്ലേ? വസിഷ്ഠനേക്കാൾ ഉയർന്ന ഇതിൽ എത്തണമെന്നല്ലേ വിശ്വാമിത്രൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ വസിഷ്ഠനോട് ഏറ്റുമുട്ടിയാൽ പോരെ? പിന്നെ എന്തിനാണ് വിശ്വാമിത്രൻ ചുമ്മാ നമ്മുടെ ഹരിശ്ചന്ദ്രനോട് ഏറ്റുമുട്ടുന്നത്? വസിഷ്ഠൻ ഉയരാൻ കാരണം ഹരിശ്ചന്ദ്രനാണ്. അപ്പോൾ വസിഷ്ഠൻ അത്രയും ഉയരാൻ കാരണമായ ഹരിശ്ചന്ദ്രനെ അല്ലേ അദ്ദേഹം നേരിടാൻ നോക്കുക? ഒരിക്കലുമല്ല. തന്നോട് വസിഷ്ഠനോട് യുദ്ധം ചെയ്ത് നേരിടണമായിരുന്നു. അത് തന്നെ അപ്പോളേ ജയം ആഗ്രഹിക്കുള്ളൂ. അല്ലാത്ത ജയം നേടിയിട്ട് എന്ത് കാര്യമാണുള്ളത്? ഋഷിവര്യന്മാർ യുദ്ധം ചെയ്യുക അസംഭവ്യമാണ്. അവർ യുദ്ധം ചെയ്തല്ല, അവർ പറഞ്ഞു തീർക്കണമായിരുന്നു. പക്ഷേ ഹരിശ്ചന്ദ്രനെ ഇവിടെ കരുവാക്കാൻ ഒരു കാരണമുണ്ട്. പരീക്ഷിക്കാമായിരുന്നു എങ്കിൽ തോട്ടെ, പരീക്ഷിക്കാമായിരുന്നു. ഹരിശ്ചന്ദ്രനെ പരീക്ഷിക്കാമായിരുന്നല്ലോ. തന്റെ കുടുംബത്തിനെ എന്തിനാണ് പരീക്ഷിക്കുന്നത്? ഒരുവനെ പരീക്ഷിക്കണമെങ്കിൽ തന്നെ പരീക്ഷിക്കാം, എന്നാൽ കുടുംബത്തിനെ എന്തിനാണ് പരീക്ഷിക്കുന്നത്? തന്റെ ഭാര്യയോട് ഒരു സ്ത്രീയോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വാക്യങ്ങളാണ്. നീ പോടി എന്നൊക്കെയാണ് പറയുന്നത്. നിന്നെ കൊഞ്ചലൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന രീതിയിലുള്ള വാക്കുകളാണ് പറയുന്നത്. അവിടെ സ്ത്രീക്ക് പോലും ഒരു വില കൽപ്പിക്കാത്തവനല്ലേ വിശ്വാമിത്രൻ. ആ വിശ്വാമിത്രന് എന്ത് അർഹതയാണുള്ളത് ഈ നമ്മുടെ ഹരിശ്ചന്ദ്രന്റെ സത്യവാദത്തെ പരീക്ഷിക്കാൻ? അദ്ദേഹം ആ ഒരു വലിയ രാജസൂയം നടത്തിയില്ലെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവുകയില്ലായിരുന്നു. ലോകമെമ്പാടും അറിയുന്ന ആ ഒരു രാജസൂയമാണ് വസിഷ്ഠൻ അത്രയും വളരെ ഉയരാനും സ്വർഗത്തിൽ ചെന്ന് വിശ്വാമിത്രൻ തന്നെ വസിഷ്ഠനോട് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമില്ലേ? ഉണ്ട്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. വസിഷ്ഠനും അവകാശമുണ്ട്. 1 മിനിറ്റിന് താഴെ ഞാൻ ഇടപെടുന്നു. 1 മിനിറ്റിന് താഴെയാണ് സമയം. ബാക്കിയുള്ളത് നിങ്ങൾക്ക് തുടരാം. വസിഷ്ഠൻ അവരുടെ കുലഗുരുവാണ്, സമ്മതിച്ചു. ആ കുലഗുരു അല്ലേ ഏറ്റവും വലിയ രാജസൂയം നടത്തേണ്ടത്. അപ്പോൾ വിശ്വാമിത്രൻ എന്തിനാണ് അത് കണ്ട് അസൂയപ്പെടുന്നത്? അത് ഞാൻ തന്നോട് ചോദിക്കാണ് ചോദ്യമല്ലേ? ഇങ്ങോട്ട് എന്തിനാണ് ചോദിക്കുന്നത്? തന്നോട് ഞാൻ ചോദിക്കേണ്ട ചോദ്യമാണ് താൻ ഇങ്ങോട്ട് ചോദിക്കുന്നത്.
ഞാൻ പറയട്ടെ, വിശ്വാമിത്രൻ എന്ത് അർഹതയാണുള്ളത് എന്ന് ഞാൻ ചോദിക്കുന്നു. പറയൂ. വിശ്വാമിത്രന് തന്റെ അതേ സ്ഥാനത്തുള്ള ഒരു ഗുരു ഉയരുന്നത് കാണാൻ ഇഷ്ടമല്ല. കാരണം അദ്ദേഹം ഒരു രാജാവായിരുന്നു. അതിനേക്കാൾ ഒരു വലിയ സന്യാസിക്ക് രാജസൂയം നടത്തി. രാജാവിനേക്കാൾ ശക്തി ഇടപെടുന്നു, നടത്തി. ഇടപെടുന്നു, അതിനെ ഇടപെടുന്നു. നേരിടുകയായിരുന്നു 10 വേണ്ടത്. 10 സെക്കൻഡ്. അല്ലാതെ ഒരു സന്യാസിക്ക് ഇരിക്കുമ്പോൾ ഇടപെടുന്നു ഒരാൾ. ഓക്കെ, 10 സെക്കൻഡും കൂടിയുണ്ട്. പറയാം. അദ്ദേഹം ഒരു രാജാവായിരുന്നു. പക്ഷെ രാജാവിനേക്കാൾ സന്യാസിക്ക് ഒരു ബലമുണ്ടെന്നറിഞ്ഞ് സന്യാസത്തിന് പോകുമ്പോൾ അദ്ദേഹം ആലോചിക്കണമായിരുന്നു. താൻ ഓക്കേ, ഈ നിങ്ങൾക്ക് പറയാം. കാണുന്നതെല്ലാം നിർത്താം, നിർത്തണമെന്ന്. നിങ്ങൾ ഒരു പറയാം. അർഹതയുമില്ല. ഇവിടെ ഹരിശ്ചന്ദ്രന്റെ സത്യവാദം എല്ലാ പേരും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഓക്കേ. ഇത്രയും കള്ളനായ ഒരുത്തന് ഒരു അർഹതയുമില്ല അത് പറയാൻ.